ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലോട്ടും കൂടി എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ നമുക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നമുക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ഫോട്ടോസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അപ്പം ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഇൻസ്റ്റാഗ്രാമിലോട്ടും കൂടി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നമുക്ക് ഓൾവേസ് ഷെയർ ടു ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അത് ഓൺ ആക്കുക. ഓൺ ആക്കിയാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇവിടെ താഴെ കാണാൻ പറ്റും. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഫേസ്ബുക്ക് പ്രൊഫൈലും അക്കൗണ്ട് സെന്ററിൽ ലിങ്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിക്കുള്ളൂ. അപ്പം അക്കൗണ്ട് സെന്ററിൽ ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണോ അതാണ് ഇവിടെ കാണിക്കുക. എന്തായാലും ഇത് ഓൺ ആക്കിയതിന് ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിംഗ്സ് സേവ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓൺ ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഓൺ ആണ്. പിന്നെ ഇവിടെ ഈ ഷെയറിന്റെ ഭാഗത്ത് ഫേസ്ബുക്കിന്റെയും ബട്ടൺ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെയും ബട്ടൺ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാൻ ജസ്റ്റ് ഷെയറിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒരേ ടൈമിൽ പോസ്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അക്കൗണ്ട് സെന്ററിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അക്കൗണ്ട് സെന്ററിന്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ട് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് അക്കൗണ്ട് കൊടുത്താൽ ഇതിലോട്ട് നിങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലോട്ടും കൂടി ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.